നമസ്കാരം. ബിൽഡിംഗ് ഇൻഫോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം വരുന്ന 2 നില വീടിന്റെ പ്ലാനും അതിന്റെ 3D എലിവേഷനുമാണ് നോക്കുന്നത്. വീട് ഫേസ് ചെയ്യുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. ഈ ഒരു പ്ലോട്ടിനെ പറ്റി നോക്കുകയാണെങ്കിൽ പ്ലോട്ട് വരുന്നത് 8 സെന്റാണ്. 8 സെന്റിലാണ് ഈ ഒരു വീട് വരുന്നത്. വീടിന്റെ വീതി 1142, നീളം 1008 ആണ്. അടുത്തതായിട്ട് ഈ ഒരു പ്രൊജക്ടിന്റെ പുറമേ നിന്നുള്ള 3D എലിവേഷൻ കാണാം. ഇതാണ് പ്രൊജക്ടിന്റെ എക്സ്റ്റീരിയർ 3D എലിവേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു കണ്ടംപററി സ്റ്റൈലാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. കളർ പാറ്റേൺ ഗ്രേ വൈറ്റ് ആണ്. സിറ്റ് ഔട്ടിന്റെ വാളിൽ സ്റ്റോൺ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡബിൾ ഹൈറ്റ് വരുന്ന ഒരു ലിവിംഗ് റൂമാണ് ഈ ഒരു പ്രൊജക്റ്റിൽ വരുന്നത്. ആ ഒരു വാളിൽ ഗ്രൂവ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ബാൽക്കണിയിൽ വരുന്ന പാരപ്പറ്റ് ജാളി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. തേർഡ് ബെഡ്റൂം, അതായത് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിന് ഗേബിൾ റൂഫാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഹാഫ് 3D നോക്കാം. ഇതാണ് പ്രൊജക്ടിന്റെ ഹാഫ് 3D ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഹാഫ് 3D എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ പകുതി ഭാഗം കട്ട് ചെയ്തിട്ട് ടോപ്പിൽ നിന്ന് നോക്കി എങ്ങനെ ഉണ്ടാവും, അതിനെയാണ് ഹാഫ് 3D എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിറ്റ് ഔട്ടിലേക്ക് കിടക്കാം. 396 150 ആണ് സിറ്റ് ഔട്ടിന്റെ സ്പേസ്. 3 ചെയർ ആണ് സിറ്റ് ഔട്ടിൽ കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിന് ഇരുവശങ്ങളിലായിട്ട് റൗണ്ട് പില്ലറാണ് വരുന്നത്. ഈ ഒരു സിറ്റ് ഔട്ടിന്റെ വാളിൽ സ്റ്റോൺ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോറിന് ഈ ഒരു വശത്തായിട്ട് 3 പാളിന്റെ ജനൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് എക്സ്റ്റീരിയറിൽ കാണാൻ സാധിക്കും. ലിവിംഗ് റൂമിലേക്ക് കിടക്കാം. 554 300 ലിവിംഗ് റൂമിൻ്റെ സ്പേസ് വരുന്നത്. മെയിൻ ഡോർ തുറന്ന് കയറി വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് 3 സീറ്റർ സോഫ വരുന്നത്. ഈ ഒരു ഭാഗത്തും ഒരു 3 സീറ്റർ സോഫ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്ത് കോർണർ സോഫ കൊടുക്കാവുന്നതാണ്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് കോർണർ സോഫയാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കോഫി ടേബിൾ വരുന്നത്. ഇവിടെ പ്ലാന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. TV യൂണിറ്റിന് ബേക്കിൽ വരുന്ന വാളിൽ സ്റ്റോൺ ടെക്സ്ചർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഈ ഒരു ലിവിംഗ് റൂം വരുന്നത് ഡബിൾ ഹൈറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോൺ ടെക്സ്ചർ ഡബിൾ ഹൈറ്റിലേക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു 2 വാളുകളിലായിട്ട് 3 പാളിൻ്റെ വിൻഡോ ആണ് ലിവിംഗ് റൂമിലേക്ക് വെളിച്ചത്തിനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ലിവിംഗ് റൂമിൽ നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കിടക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ സ്പേസ് 352 330 ആണ്. കിങ് സൈസ് കോട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഹെഡ് ബോർഡ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബിന് തൊട്ടടുത്തായിട്ട് ഡ്രസ്സിംഗ് ടേബിൾ അറേഞ്ച് ചെയ്യാവുന്നതാണ്. 3 പാളിൻ്റെ വിൻഡോ ഈ ഒരു ഭാഗത്തും, അതുപോലെ തന്നെ ഇവിടെ ഒരു സിംഗിൾ പാളി വിൻഡോ ഈ റൂമിലേക്ക് വെളിച്ചത്തിനായിട്ട് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്ന ബെഡ്റൂമാണ്. 210 140 ആണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ സ്പേസ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂം നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 360 330 ആണ് സെക്കൻഡ് ബെഡ്റൂമിൻ്റെ സ്പേസ് വരുന്നത്. കയറി വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് കിങ് സൈസ് കോട്ട്, കിഴക്ക് ഭാഗത്തേക്കാണ് ഹെഡ് ബോർഡ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൂമിലേക്ക് വെളിച്ചത്തിനായിട്ട് 2 വാളുകളിലായിട്ടാണ് വിൻഡോസ്. ഒരു വാളിൽ 3 പാളി, ഒരു വാളിൽ 2 പാളി വിൻഡോയാണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്ന ബെഡ്റൂമാണ്. 140 160 ആണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ സ്പേസ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു വാഷ് ഏരിയയും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡ്രസ്സിംഗ് ഏരിയ ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു സെക്കൻഡ് ബെഡ്റൂമിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് കിച്ചണിലേക്ക് കിടക്കാം. ഒരു ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കിച്ചൻ്റെ സ്പേസ് 300 262 ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്ലാബ് വരുന്നത്. യു ഷേപ്പിലാണ് സ്ലാബ് അടിച്ചിട്ടുള്ളത്. തൊട്ട് താഴെ ക്യാബിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു വർക്ക് സ്പേസ് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ടോപ്പിലും ക്യാബിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കിച്ചണിലേക്ക് വിൻഡോസ് വെളിച്ചത്തിനായിട്ട് 2 വിൻഡോസ് 2 പാളിൻ്റെയാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 ബാർ ചെയറാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന് കൊടുത്തിട്ടുള്ളത്. വർക്ക് ഏരിയ നോക്കാം. വർക്ക് ഏരിയൻ്റെ സ്പേസ് 200 240 ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്ലാബ് വരുന്നത്. അതിന് തൊട്ട് താഴെ ക്യാബിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പിലും ക്യാബിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്യാസ് അടുപ്പ് കൊടുക്കാനാണ് ആ ഒരു വർക്ക് ഏരിയ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഒരു ഡോറ് തുറക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയ നോക്കാം. ഡൈനിങ് ഏരിയൻ്റെ സ്പേസ് 320 200 ആണ്. 6 സീറ്റർ ഡൈനിങ് ടേബിൾ ആണ് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ചെറിയൊരു സോഫ, അതുപോലെ തന്നെ ഒരു ഹാങ്ങിങ് ചെയർ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിനെ വേണമെങ്കിൽ ചെറിയൊരു ഫാമിലി ലിവിങ് ഏരിയ ആക്കി
എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ബാംബു പ്ലാന്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് ബാക്കിലായിട്ട് ജാളി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ജാളി വർക്ക് കൊടുക്കുന്നതുകൊണ്ട് വീടിനുള്ളിലേക്ക് കൂടുതൽ ശുദ്ധവായും അതുപോലെ തന്നെ വെളിച്ചവും കിടക്കുന്നതാണ്. ഈ ഒരു ജാളി വർക്ക് കൊടുക്കുന്നതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് ഇഴജന്തുക്കളെ അതുപോലെ തന്നെ കൊതുക് അങ്ങനെയുള്ള പ്രാണികളെയൊക്കെ വീടിനുള്ളിലേക്ക് കിടക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ചെറിയൊരു വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിന് താഴെയായിട്ടാണ് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിനെ പറ്റി പറയാനുള്ളത്. ഈ ഒരു ഭാഗത്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റെയർ കയറി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ ഉണ്ടാവുക. ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഈ ഒരു സ്റ്റെയർ കയറി വരുന്ന ഈ ഒരു ഭാഗത്തൊക്കെ റെയിലും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. നമ്മളതിപ്പോൾ തൽക്കാലം കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കയറി ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം നമ്മുടെ സെക്കൻഡ് ബെഡ്റൂമിനെ നേരെ മുകളിലേക്ക് എടുത്തതാണ് തേർഡ് ബെഡ്റൂം. അപ്പോൾ അതിൻ്റെ സ്പേസ് വരുന്നത് 360 330 കിങ് സൈസ് കോട്ട് കിഴക്ക് ഭാഗത്തേക്കാണ്. അതുപോലെ തന്നെ വിൻഡോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ സ്പേസ് 140 160. ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെറിയ വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സോഫ സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു സിംഗിൾ സോഫയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ബാൽക്കണി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 318 322 ബാൽക്കണി വരുന്നത്. 2 സോഫയും ഒരു ഹാങ്ങിങ് ചെയറും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബാൽക്കണീൻ്റെ ഈ ഒരു ഡോറിന് ഇരുവശങ്ങളിലായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ബാൽക്കണീൻ്റെ പാരപ്പറ്റ് കൊടുത്തിട്ടുള്ളത് ജാളി വർക്കാണ്. നമ്മൾ സ്റ്റെയർ കയറി വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ബാൽക്കണി പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് വരുന്നത് നമ്മുടെ ലിവിങ് റൂമിലേക്കാണ്. ലിവിങ് റൂം ഡബിൾ ഹൈറ്റിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ലിവിങ് റൂമിന് മേലെ റൂംസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ലിവിങ് റൂം ഓപ്പൺ ആയിട്ട് കിടക്കുന്നതാണ്. നമ്മളിപ്പോൾ ഗസ്റ്റ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആരാണെന്നോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബാൽക്കണി നമ്മൾ വീടിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ചെറിയ ഒരു സ്പേസിൽ. ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റെയറിന് കൂടുതൽ വെളിച്ചം കിട്ടാനായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 2 പാളിൻ്റെ വിൻഡോയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത്. 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം വരുന്ന പ്ലാനും അതിൻ്റെ 3D എലിവേഷനാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ ഈ ഒരു പ്ലാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മുൻപ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള പ്ലാനും 3D എലിവേഷനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലാനിൻ്റെ ഫുൾ മെഷർമെൻ്റ് അടങ്ങുന്ന ഒരു ഫോട്ടോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതാണ് ഫുൾ മെഷർമെൻ്റ് അടങ്ങുന്ന പ്ലാന്. ഈ ഒരു പ്ലാനിൻ്റെ PDF ആവശ്യമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.